Hello dears, welcome to the world of English. It is me ESR from MS Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് സെറ്റ് സി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ SC ആയിട്ട് ഇറക്കിയിട്ടുള്ള ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള സെറ്റ് സി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നു കേട്ടോ. സോ ഫസ്റ്റ് ഈ ഒരു ഏരിയ എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഏരിയ, ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് പീസ് ഓഫ് സ്ട്രിങ് എന്നുള്ള ഏരിയയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഓൾറെഡി എന്ത് ചോദിച്ചിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ എന്നാലും സാർ ഇതൊന്ന് പറഞ്ഞു തരാം. ഹോസ്കോം ഹാഡ് ജസ്റ്റ് അറൈവ്ഡ് അറ്റ് ഗോഡ്രവില്ലെ എന്നുള്ള ഏരിയയാണ് നമ്മളോട് എന്തിനു ചോദിച്ചത്? നമ്മുടെ സെറ്റ് സീരീസ് ചോദിച്ചിട്ടുള്ളത് പീസ് ഓഫ് സ്ട്രിങ്ങിന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു ഏരിയ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തൊരു ഏരിയ ആയിരുന്നു. ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്. സോ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് വന്നിട്ടുണ്ട്. സോ പീസ് ഓഫ് സ്ട്രിങ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഏരിയ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. എന്നാലും സാർ ജസ്റ്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹോസ്കോമിൻ്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. വേർ ഡിഡ് ഹോസ്കോം ഫൈറ്റ് എ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്? എവിടെ നിന്നാണ് ഹോസ്കോമിന് എന്ത് കിട്ടിയത്? ആ പീസ് ഓഫ് സ്ട്രിങ് കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കിട്ടിയത് എവിടെ നിന്നായിരുന്നു? ഹോസ്കോം ഫോൺ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓൺ ദ ഗ്രൗണ്ട്. ഓക്കെ. സോ പിന്നെന്താ? വൈ ഡിഡ് ഹി പിക്ക് അപ്പ് ദ പീസ് ഓഫ് സ്ട്രിങ്? ചൂസ് ദ മോർ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. എന്തുകൊണ്ടാണ് പിന്നെ അവൻ ഈ ഒരു കയർ എടുക്കാനുള്ള റീസൺ എന്താ? ഹി തോട്ട് വാലന്റൈൻ വാസ് പ്ലാനിങ്. ഹി വാസ് ഓൾവേസ് ഫോണ്ട് ഓഫ് സ്ട്രിങ്സ്. ഹി ബിലീവ്ഡ് യൂസ്ഫുൾ തിങ് ഷുഡ് ബി പിക്കപ്പ്. സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. സി ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ. സോ പിന്നെന്താണ്? വൈ ഡിഡ് ഹോസ്കോം ഹൈഡ് സ്ട്രിങ് ഇൻ ദിസ് ട്രൗസേഴ്സ് പോക്കറ്റ്? എന്തുകൊണ്ടാണ് ഹോസ്കോം ട്രൗസറിൻ്റെ പോക്കറ്റിൽ ആ ഒരു സ്ട്രിങ് ഹൈഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ എനിമി ആയിട്ടുള്ള വാലന്റൈനെ കണ്ടത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ട്രൗസറിൻ്റെ പോക്കറ്റിൽ അത് ഒളിപ്പിച്ചു വെച്ചത് എന്ന് പറയുന്നുണ്ട്. ദെൻ പിന്നെന്താ? ഹൗ ഡിഡ് ഹി ട്രൈ ടു ഡിവേർട്ട് വാലന്റൈൻ അറ്റൻഷൻ? വാലന്റൈൻ അറ്റൻഷൻ മാറാൻ വേണ്ടി അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഹി പ്രിറ്റൻഡ് സെർച്ചിങ് ഫോർ സംതിങ്. അദ്ദേഹം എന്ത് ചെയ്തു? എന്തൊക്കെയോ തിരയുന്നത് പോലെ ഇങ്ങനെ അഭിനയിച്ചു. ബിഫോർ ഹെഡിങ് ടുവാർഡ്സ് ദ മാർക്കറ്റ്. ആ മാർക്കറ്റിലേക്ക് ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ട് എന്തൊക്കെയോ തിരയുന്നത് പോലെ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട്. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ, വൈ ഡു വി അണ്ടർസ്റ്റാൻഡ് ഹോസ്കോം നേച്ചർ ഫ്രം ദ passage given above? Chose the most suitable option. ഹോസ്കോമിൻ്റെ നേച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാസേജ് ഏതാ ചോദിക്കുന്നുണ്ട്? ഏറ്റവും സ്യൂട്ടബിൾ ആയ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതേതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അഷെയ്മ്ഡ് ആൻഡ് നെർവസ്, ഭയങ്കര സങ്കടത്തോടെയുള്ള നാണക്കേടോടുള്ള ഒരു ഇതായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് പാസേജ് സ്മെൽ ഓഫ് അറോമ എന്നുള്ള വേർഡ്, ആ ഒരു വേർഡ് ഉണ്ടല്ലോ, അതിൻ്റെ മീനിങ് വരുന്നൊരു സാധനം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഓജർ എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്ത സമയത്ത്, നമ്മൾ ഈ ഒരു പീസ് ഓഫ് സ്ട്രിങ് ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ എന്നുള്ള ഏരിയ. സോ ഓർഡർ എന്നാണ് സ്മെല്ലിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ. സോ പിന്നെ സീഡ്ലിംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ എന്ത് ചോദിച്ചിട്ടുണ്ട്? നമ്മളോട് ഒരു സ്റ്റാൻഡ തന്നിട്ട് അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു എക്സാം നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരു എക്സാം ചോദിച്ചിട്ടില്ലേ? ചോദിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ, എന്തായാലും ഈ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. സോ നോക്കാം. ഫസ്റ്റുള്ള ഏരിയ ആണ് ലേ വിത്ത് ഡാർക്ക് സംബെഡ്. ഒരു കറുത്ത മണ്ണിൻ്റെ താഴെയാണ് അല്ലേ അത് കിടക്കുന്ന. ഒരു കറുത്ത മണ്ണിൻ്റെ താഴെയാണ് എന്ത് കിടക്കുന്നത്? ഈ ഒരു സാധനം കിടക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. വൈ ഡിഡ് ദ സീഡ്ലിംഗ് ഡിസൈഡ് ടു ഡു ഡെസ്പൈറ്റ് നോട്ട് ബീയിങ് വെരി സ്ട്രോങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് സീഡ്ലിംഗ് തീരുമാനിക്കുന്നത് ഡെസ്പൈറ്റ് നോട്ട് ബീയിങ് വെരി സ്ട്രോങ്? അവൻ സ്ട്രോങ് അല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് ചോദിക്കുന്നുണ്ട്. ബിക്കോസ് സീഡ്ലിംഗ് ഡിസൈഡ് ടു ഗീവ് ഇറ്റ് കുഡ്. സീഡ്ലിംഗ് എന്താ പറഞ്ഞത്? ഇറ്റ് സ്ട്രോങ് അല്ല പറയാൻ കാരണം ആ ഒരു സീഡ്ലിങ്ങിനെ കൊണ്ട് കഴിയുന്നത് പോലെ അവൻ ട്രൈ ചെയ്തു. അവൻ സ്ട്രോങ് അല്ല എന്ന് പറയാനുള്ള റീസൺ അതാണ് കേട്ടോ. വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ് ടെൽ us സീഡ്ലിംഗ് ദ ക്യാരക്ടർ? സീഡ്ലിങ്ങിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ദ എക്സ്പ്രഷൻ ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോസ് ദ സീഡ്ലിംഗ് ഈസ് വീക്ക് ആൻഡ് സെൽഫ് അവെയർ. അവൻ വീക്കാണ് എന്നതിനെ കുറിച്ച് സെൽഫ് അവെയർനെസ് ആർക്കുണ്ട്? സീഡ്ലിങ്ങിനുണ്ട്. ഹംബിൾ ബട്ട് ഡിറ്റർമൈൻഡ് ടു സർവൈവ് ഡെസ്പൈറ്റ് ഇറ്റ്സ് ഫ്രജൈലിറ്റി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഒരു ഫ്രജൈൽ മീനിങ്ങിലൂടെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് എന്താണ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ സോ ദ റെസ്റ്റ് ഓഫ് ദ വേ ഇംപ്ലൈ ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ? നല്ലൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. സീഡ്ലിംഗ് ഹാസ് നോട്ട് ഒരു സാധനം റെസ്റ്റ് ഓഫ് ദ വേ എന്ന് പറഞ്ഞു, ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അതിനെപ്പറ്റി ആപ്റ്റ് ആയിട്ടുള്ള പിന്നെ ഏതെങ്കിലും ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. സീഡ്ലിംഗ് വാസ് ഗുഡ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ എന്നുള്ള ആൻസർ പറയുന്നത് കേട്ടോ. ഓക്കെ. സോ പിന്നെന്താണ്? വാട്ട് ഇസ് ദ പോയറ്റിക് ഡിവേഴ്സ് ടു ഇറ്റ് സെൽഫ് ഇറ്റ്സ് ഫെൽ ടോക്കിംഗ്? സ്വന്തം സെൽഫിനോട് സംസാരിക്കുന്നുള്ള മനുഷ്യൻ്റെ കഴിവാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആൻസർ, പോയറ്റിക് ഡിവേഴ്സിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള ആൻസർ ആയിരിക്കും. സോ പിന്നുള്ളത് എന്താ? 11ാമത്തെ, വിച്ച് ഓഫ് ദ ക്വാളിറ്റീസ് ഡസ് ദ സീഡ്ലിംഗ് പ്രോസസ്? സീഡ്ലിങ്ങിൻ്റെ എന്ത് ക്വാളിറ്റിയാണ്, ഇതിൽ എന്ത് ക്വാളിറ്റിയാണ് പിന്നെ സീഡ്ലിംഗ് പ്രോസസ് ചെയ്യുന്ന ക്വാളിറ്റി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സോ ആ ക്വാളിറ്റി നർച്ചറിങ് ആൻഡ് മോട്ടിവേഷണൽ നേച്ചറാണ് കേട്ടോ. നേച്ചർ പ്രകൃതിയെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സാധനം മോട്ടിവേഷണൽ നേച്ചറാണ് ഈ ഒരു പോയത്തിനുള്ളതെന്ന് പറയുന്നുണ്ട്. ഓക്കെ. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ. അതിനുശേഷം
12 മുതൽ 15 വരെയുള്ള ഏരിയ ഉണ്ട്. അത് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പുറത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല. അത് പറയാതിരിക്കാൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ഏരിയക്കും എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ഒരു സാധനം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പം ഞാനത് പറഞ്ഞു, സോ അടുത്തതിൽ എന്ത് ചെയ്യും, പുറത്തുനിന്നുള്ള ഒരു ഏരിയ ആയിരിക്കും അത് വരിക. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആയതുകൊണ്ട് സോ വി ഹാവ് ടു സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്രിസിയേഷൻ, അനദർ ഡേ ഇൻ പാരഡൈസിൻ്റെ അപ്രിസിയേഷൻ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്. ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് കൂടുതൽ നിങ്ങളുടെ അതിൽ കൂടുതൽ ബോധറാവേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അപ്പോൾ അനദർ ഡേ ഇൻ പാരഡൈസിൻ്റെ അപ്രിസിയേഷൻ നിങ്ങളോട് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കുറിച്ച് ടെൻഷൻ ആവേണ്ട. അപ്രിസിയേഷൻ എങ്ങനെ ചോദിച്ചാലും എങ്ങനെ എഴുതാനുള്ള സെറ്റ് ബിയിലും സെറ്റ് ചെയ്യാനും സാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാത്തത്, ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് ചോദിക്കാൻ വലിയ ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇന്ന് ചിലപ്പോൾ ലൈൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ, ദർ വാസ് എ പോസിബിലിറ്റി. ഓക്കെ, സോ യെസ്, എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളോട് കമ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ പഠിച്ചൊരു പോയോ ഈ വരുന്ന SLC മോഡൽ എക്സാമിന് ഒരു കമ്പയർ ചെയ്തിട്ട് പോയത്തിൻ്റെ കമ്പയർ ചെയ്തിട്ട് ഒരു സാധനം ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വരുന്ന മോഡൽ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്ന ആ ഒരു പോയിന്റ് തന്നിട്ട് കമ്പയർ ചെയ്യാനുള്ള കാര്യം ചോദിക്കുന്നത് ഒന്നെങ്കിൽ മിറർ എന്നുള്ള പോയത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ആ ഒരു പോയത്തിൻ്റെ ഏരിയ നിന്നായിരിക്കും നിങ്ങളോട് എന്ത് ചെയ്യാം, ഈ ഒരു പാരഗ്രാഫിൻ്റെ ആ കാര്യം ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ കൃത്യമായിട്ട് നോക്കാം. ഇത് എഴുതുക, പിന്നെ ഇത് എഴുതുക. നമ്മൾ കഴിഞ്ഞതിൽ അനദർ ഡേ ഇൻ പാരഡൈസും ഹീൽ ദ വേൾഡ് എന്നുള്ള മൈക്കൽ ജാക്സൺ 2 സോങ് കൂടി പറഞ്ഞിട്ട് കമ്പാരിസൺ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള തീം എന്താണ്, ഇതിലുള്ള തീം എന്താണ്. സോ രണ്ടും കാണുന്ന കോമൺ ആയിട്ടുള്ള ഏരിയ എന്താണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഇത്, ഈ ഒരു സാധനം ഓൾറെഡി നമ്മളെ പുസ്തകത്തിൽ എന്തുണ്ട്, ഏതോ ഒരു ആക്ടിവിറ്റി പാർട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു മിററിലാണോ അതോ വേറെ ഏതോ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി പാർട്ടിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള സോങ് ഉണ്ട്. അതുകൊണ്ട് ഇത് നല്ലോണം പഠിച്ചോ. ഈ വരുന്ന SLCയുടെ മോഡൽ എക്സാമിന് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ നല്ല പോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ അറിയാലോ, ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. 2 പോയിന്റ്സും അതിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ഐഡിയാസിൻ്റെയും കോൺസെപ്റ്റ് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. പിന്നെ പോയിന്റ് ഔട്ട് സിമിലാരിറ്റീസ് ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ്സ്, 2 പോയിന്റ്സ് തമ്മിലുള്ള കോമൺ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ പറയണം. പിന്നെ പ്രസൻസ് ഐഡിയാസ് ഇൻ ക്ലിയർ ആൻഡ് ലോജിക്കൽ ഓർഡർ, ഭയങ്കര ലോജിക്കൽ ഓർഡർ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ തീം ഇത് വന്നത്? സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തീം എന്ന് ചിലപ്പോൾ 2 തീമും തമ്മിൽ കോൺട്രാസ്റ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് തീംസ് ആയിരിക്കും ഉണ്ടാകുക. ചിലപ്പോൾ 2ഉം സെയിം ആയിരിക്കും, ചിലപ്പോൾ 2 മെസ്സേജ് ഒന്നായിരിക്കും. പല ഡിഫറൻസ് ഇതിലുണ്ടാവും കേട്ടോ. യൂസ് സ്യൂട്ടബിൾ വേർഡ്സ് ഫോർ കമ്പാരിസൺ, കമ്പയർ ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ പിന്നെ എന്താണ്, പിന്നെ നമുക്ക് കിട്ടിയുള്ളത് ഒരു എഡിറ്റിംഗ് ആണ്. നമ്മുടെ സെറ്റ് സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ് സെറ്റ് സി ക്വസ്റ്റ്യൻ പേപ്പറിനുള്ളത്. അപ്പോൾ സെറ്റ് സിയിൽ നമ്മൾ 17ാമത്തെ എഡിറ്റിംഗ് ക്വസ്റ്റ്യനിലേക്ക് വന്നു. ഡിസ്കോഴ്സ് വരുന്ന സ്ഥാനത്ത് എന്താ വന്നത്, എഡിറ്റിങ്ങിൻ്റെ പോർഷനാണ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. വ്ളാഡിസ്ലോ സ്പിൽമൻ വാസ് എ പോളിഷ് പിയാനിസ്റ്റ്. സർവൈവ്ഡ് ദ ഹൊറേഴ്സ്, ഇവിടെ നമ്മൾ പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ചായതുകൊണ്ട് വിച്ച് അല്ല വരിക, ഇവിടെ എന്താ വരിക, who survived the horrors of the World War II. he hidden, അതായത് ഒറ്റയടിക്ക് എന്ത് വരില്ല, ഒരു ഹിഡൻ ഒറ്റയ്ക്ക് വരില്ല, അതിൻ്റെ കൂടെ ഹാസ് ഒക്കെ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹിഡൻ കൊടുക്കാൻ പറ്റില്ല. അവിടെ എന്താ കൊടുക്കുക, അവിടെ നമ്മൾ hit കേട്ടോ. he was hit, ruined building Warsaw, struggling to stay alive, very little stop. one day German officer discovered him, but choose in the spelling അങ്ങനെയല്ലടാ, choose അങ്ങനെ അങ്ങനെയുണ്ടോ, choose to spare after life after hearing them എന്ന് പറയുന്നത് അവരെ കണ്ടപ്പോഴാണോ പിയാനോ ചോദിച്ചത്, ഹിയറിംഗ് ദം എന്നാണോ പറയുക, ഹിയറിംഗ് ദം എന്ന് പറയുമോ, ഹിയറിംഗ് ഹിം എന്നല്ല പറയാം, നമ്മൾ ദം എന്ന് പറയുമോ? കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ പിയാനോ ആരുടെ കണ്ടപ്പോഴാണ് ചോദിച്ചത്, ജർമ്മൻ ഓഫീസർ നമ്മുടെ വ്ളാഡിസ്ലോ സ്പിൽമൻ്റെ കയ്യിൽ പിയാനോ കണ്ടപ്പോഴല്ല, പിയാനോ വായിക്കണത് കേട്ടപ്പോഴാണല്ലോ വന്നതല്ലേ. അപ്പോൾ ദമ്മല്ല വേണ്ടത്, ഇവിടെ എന്താ വേണ്ടത്, ഇവിടെ ഹിമ്മാണ് വേണ്ടത്. പിന്നെ ദ ഓഫീസർ ആക്ട് ഓഫ് കൈൻഡ്നെസ് എന്നാണ് പറഞ്ഞത്. സോ അതിൻ്റെ ആൻസർ വരുന്നത് എങ്ങനെയാണ്, ഓഫീസേഴ്സ് എന്താ പറയുക, ഓഫീസറിൻ്റെ കേട്ടോ. കൈൻഡ്നെസ് റിസ്റ്റോർഡ് സ്പിൽമൻസ് ഹോപ്പ് ആൻഡ് ഹ്യൂമാനിറ്റി. ലേറ്റർ സ്പിൽമൻ wrote ഹിസ് മെമ്മോയർ. എടാ മെമ്മോയറിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട്,
MIR വരെ ഉള്ളൂ, അല്ലാതെ ഈ എന്നുണ്ടാവില്ല. അപ്പോൾ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. പിയാനിസ്റ്റ് വിച്ച് ബിക്കം ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്നുണ്ട്. ഓരോ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി സാർ വിചാരിക്കുന്നു. കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താ, ഇതൊക്കെ ഏതൊരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കാരുടെ കാര്യങ്ങൾ തന്നെയാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിച്ച് പറയാൻ കാരണം ഇവിടെ പറയുന്നത് ഫസ്റ്റ് വിച്ച് പറയാൻ കാരണം ഇവിടെ പറയുന്നത് സ്പിൽമനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തത് ഹിഡൻ വരൂല. അങ്ങനെ ഹിഡൻ എന്നുള്ള വെർബ് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ഹാസോ ഹാവ് ഹാഡ് ഉണ്ടാവും. അവിടെ ഇല്ലാത്തത് കൊണ്ട് എന്തായിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്, ഹിഡ് ആയിരിക്കും. ദെൻ പിന്നെ താഴേക്ക് വരുമ്പോൾ ചൂസിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ദം ഒരുപാട് ആൾക്കാരെ കുറിച്ച് പറയുന്നതാ. ഇവിടെ പറഞ്ഞ ആരെ കുറിച്ചിട്ടാണ്, നമ്മുടെ സ്പിൽമനെ കുറിച്ച്, അതുകൊണ്ട് ഹിം കൊടുത്തു. പിന്നെ ഓഫീസർ ആക്ട് ഓഫ് കൈൻഡ്നെസ്, അങ്ങനെയല്ല, ഓഫീസറുടെ എന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ എന്ന് കിട്ടണമെങ്കിൽ ഓഫീസേഴ്സ് എന്ന് കൊടുക്കണം. പിന്നെ താഴേക്ക് വരുമ്പോൾ മെമ്മോയറിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, അത് മെമ്മോയർ ആക്കി. സോ സിമ്പിൾ എഡിറ്റിംഗ് ആണ് കേട്ടോ. എഡിറ്റിംഗ് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ വലിയ എന്തൊക്കെയോ കാര്യമായിട്ട് കണ്ടതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നോക്കുക, ഇത് 18ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രേസൽ വെർബിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രേസൽ വെർബ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാം. നെറേറ്റേഴ്സ് വാസ് ഡെസെപ്പറേറ്റ്ലി എന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ ഫസ്റ്റ് പിന്നെ ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു 3 സാറ് പറഞ്ഞുതരാം. ഡെസെപ്പറേറ്റ്ലി ലുക്ക് ഫോർവേഡ് ഒരു ജോലിക്ക് ട്രൈ ചെയ്തു അല്ലേ. ജോബ് വെൻ ഷീ വാസ് എന്ന് പറയും കേട്ടോ. ഓക്കെ, വെൻ ഷീ വാസ് അവിടെ ഒരു മിനിറ്റ്. ലുക്ക് ഫോർവേഡ് അല്ല, ലുക്ക് ഫോർ ആയിരിക്കും വരും. ലുക്ക് ഫോർവേഡ് അല്ല, ഒന്നാമത്തത് ലുക്കിംഗ് ഫോർ എന്ന് വരും. എന്താ പറയാം, ലുക്ക് ഫോർ അല്ല, ഇവിടെ ലുക്ക് ഫോർ ഉള്ളത്. സോ ലുക്കിംഗ് ഫോർ, ഒരു മിനിറ്റ്, ലുക്കിംഗ് ഫോർ കേട്ടോ. ഒന്നാമത്തത് ലുക്കിംഗ് ഫോർ എ ജോബ് എന്ന് വരും. ഓക്കെ, ലുക്കിംഗ് ഫോർ എ ജോബ് എന്ന് വരും. സോ രണ്ടാമത്തത് അപ്പോൾ വെൻ ഷീ വാസ് എന്ന് പറയുന്നുണ്ട്. വെൻ ഷീ come across എന്താ പറയുക, when she come across an advertisement in the free paper കേട്ടോ. then it was പിന്നെ കം അക്രോസ് എന്ന് പറഞ്ഞാൽ ഡിസ്കവേർഡ് എന്നുള്ളൊരു മീനിങ് ചെറുതായിട്ട് അതിനുണ്ട്. സോ അപ്പോൾ അവൾ എന്ത് ചെയ്തു, ആ ഒരു സാധനം കണ്ടു. ഇറ്റ് വാസ് എ പോസ്റ്റ് ഓഫ് സെയിൽസ് ഗേൾ ബേക്കറി പ്രിഫേർഡ് അപ്ലിക്കൻസ് ഹൂ സ്പോക്ക് ലോക്കൽ ഡയലക്ട്, ലോക്കൽ ഭാഷ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അങ്ങനെ വായിച്ചു പോകാനുള്ള കാരണം എക്സാമിൻ്റെ തലേ ദിവസം വീഡിയോ കാണുന്ന മക്കൾ തീർച്ചയായിട്ടും സബ്ജക്റ്റ് പഠിച്ചിട്ടായിരിക്കും ഇത് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ഷോർട്ടായ രൂപത്തിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഹെർ ഫ്രണ്ട് ട്രൈ ടു ഡിസ്കറേജ് ഹെർ ബട്ട് ഷീ റിഫ്യൂസ്ഡ് ടു അവൾ ഒഴിവാക്കാൻ തീരുമാനിച്ചില്ല. ഷീ റിഫ്യൂസ്ഡ് ടു ഗിവ് അപ്പ് കേട്ടോ. ഒഴിവാക്കുക എന്നുള്ളത് കേട്ടോ. ദ നെക്സ്റ്റ് മോർണിംഗ് ഷീ വെന്റ് ടു ദ ബേക്കറി ഓൺലി ദ ഹ്യൂമിലിയേറ്റഡ് ഓണേഴ്സ് ബയാസ് റിമാർക്സ് യെറ്റ് ഷീ ഡിസൈഡഡ് ടു അതായത് വീണ്ടും, അതായത് അവളെ പിന്നെ എവിടെ നിന്ന് ഒഴിവാക്കി, ബേക്കറി ഷോപ്പ് എന്നത് ജോലി എന്ത് ചെയ്തു, അവൾ ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവൾ എന്ത് ചെയ്തു, വീണ്ടും അവൾ നെക്സ്റ്റ് ഒരു ജോലി നോക്കി. ഇവിടെയാണ് എന്ത് വരിക, ഇവിടെയാണ് ലുക്കിംഗ് ഫോർവേഡ് അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് എന്ന് വരും കേട്ടോ. ലുക്കിംഗ് ഫോർവേഡിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെയാണ് വരിക. അപ്പോൾ ഇതാണ് ഫ്രേസൽ വെർബിനെ കുറിച്ച് പറയുന്നത്. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി ഉള്ള എല്ലാത്തിലും 5 ഫ്രേസൽ വെർബ് ഉണ്ടാവും. ടോട്ടൽ 15 ഫ്രേസൽ വെർബ് കിട്ടും. ആ 15 ഫ്രേസൽ വെർബിന് മീനിങ് കൃത്യമായിട്ട് പഠിച്ചോ, എക്സാമിനർ ചോദിക്കും. ഓക്കെ, സോ പിന്നെ പറയുന്ന ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മുടെ ഹോഷ്കോമിൻ്റെ ആണോ നോക്കാം. ഹോഷ്കോമിൻ്റെ ചാപ്റ്റർ. അപ്പോൾ ഹോഷ്കോമിൻ്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സാധനം ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. ദ ന്യൂസ് സ്പ്രെഡ് ദ നെയ്ബർഹുഡ്. അപ്പോൾ ദ ന്യൂസ്, ഈ ന്യൂസ് എന്ത് ചെയ്തു, ഈ ന്യൂസ് അതായത് ഈ ഹോഷ്കോമിൻ്റെ ഈ ഒരു സാധനം ഇതായി എന്നുള്ള ന്യൂസ് എന്ത് ചെയ്തു, ആകെ പരന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെ, ത്രൂ ദ നെയ്ബർഹുഡ്, ആളുകളുടെ ഇടയിലൂടെ. അപ്പോൾ ഇവിടെ കൊടുക്കണം, ഇവിടെ നമ്മൾ ത്രൂ, പുസ്തകം വായിച്ചാൽ എന്ത് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും, ത്രൂ എന്ന് കൊടുക്കണം. ഹോഷ്കോം. അപ്പോൾ ആ സമയത്ത് ഹോഷ്കോം എങ്ങനെയായിരുന്നു, ഹോഷ്കോം വാസ് ഇൻ അല്ലേ. ഈ ഒരു പോക്കറ്റ് ബുക്ക് തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഹോഷ്കോമിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എന്തായിരുന്നു, ഹോഷ്കോം വാസ് ഇൻ എ ട്രയംഫ്. ഹോഷ്കോമിൻ്റെ മനസ്സിലൊരു ട്രയംഫ് ഫീലിംഗ് ആണ്, ഒരു വിജയിച്ച ഫീലിംഗ് ആണ് ഹോഷ്കോമിന് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഹോഷ്കോമിന് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. ദെൻ പിന്നെന്താ വരുന്നത്, ഹി ഇമ്മീഡിയറ്റ്ലി ബിഗാൻ ടു റീകൗണ്ട് ഹിസ് സ്റ്റോറി. അത് അദ്ദേഹം അങ്ങനെ സ്റ്റോറി പറയാൻ തുടങ്ങി. എങ്ങനെ, ഇറ്റ് ഈസ് ഹാപ്പി ക്ലൈമാക്സ്. ഓക്കെ, സോ അതിനുശേഷം ഹി ടോക്ക്ഡ്, അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, ഹി ടോക്ക്ഡ് ഓഫ് ഹിസ് അഡ്വഞ്ചറസ് ആൾ ഡേ ലോങ്. എല്ലാ ദിവസവും ഉണ്ടായ അദ്ദേഹത്തിൻ്റെതായ അഡ്വഞ്ചറസിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഹി ടോൾഡ് ഇറ്റ്, അദ്ദേഹം എന്ത് ചെയ്തു, ആ കഥകൾ പറഞ്ഞു. ഹി ടോൾഡ് ഇറ്റ്
എവിടെ ഹി ടോൾഡ് ഇറ്റ് ഓൺ ദ ഹൈവേയിലൂടെ വരുന്ന ആളുകളോട് എന്ത് ചെയ്തു ഈ സാധനം പറഞ്ഞു. ഇത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് കേട്ടോ, ഈ പാരഗ്രാഫ് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, പുസ്തകത്തിലുള്ള സെയിം സാധനം, ഒരു മാറ്റമില്ല, ഞാൻ നോക്കിയിരുന്നത്. ഓക്കെ, സോ ഹു ആർ പാസിംഗ് ബൈ ആൻഡ് പേഴ്സൺ കം ഔട്ട് ഓഫ് ദ ചർച്ചിൽ നിന്ന് വരുന്ന ആൾക്കാരോട് എന്ത് ചെയ്യുന്നു, ചർച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ചർച്ചിൽ നിന്ന് പിന്നെ കുർബാന കഴിഞ്ഞ് വരുന്ന ആളുകളോട് എന്ത് ചെയ്തു, നമ്മുടെ ഹോഷ്കോം ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഫ്രം ചർച്ച് ദ ഫോളോയിങ് സൺഡേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ദാന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ എത്ര യൂസ് ചെയ്തു, 1 2 3 4 1 2 3 4 5 6 ദെൻ 1 2 3 4 5 6 7 7 നമ്മൾ എത്ര യൂസ് ചെയ്തു, 6 യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ യൂസ് ചെയ്തു, ഏതൊക്കെ യൂസ് ചെയ്തില്ല എന്നുള്ളത് കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ പിന്നെ വരുന്നത് നമ്മുടെ ഹോഷ്കോമിൻ്റെ ഒരു സാധനമാണ്, അതായത് നമ്മുടെ കോൺവെർസേഷൻ കംപ്ലീഷൻ. ശരിക്കും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ മിസ്റ്റർ ഹോഷ്കോം, യു ആർ സീൻ പിക്കിംഗ് അപ്പ് ദ പോക്കറ്റ് ബുക്ക് ഫ്രം ദ മാർക്കറ്റ് ടുഡേ ദിസ് മോർണിംഗ്. ഈ മോർണിംഗിന് നിങ്ങൾ ഒരു കയറിൻ്റെ കഷ്ണം എടുക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ, പോക്കറ്റ് ബുക്ക് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹോഷ്കോം നോ യുവർ ഓണർ, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു കോമയും ഒരു ക്വസ്റ്റ്യൻ മാർക്കും വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അതുകൊണ്ട് യു വേർ സീൻ, ഇവിടെയുള്ള ഓക്സിലറി വേർ ആണ്, ഓക്സിലറി വേർ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളത് നെഗറ്റീവ് ആക്കുന്നു. സോ വേർ ഇൻ ഡി യു, നിങ്ങൾ എടുത്തിട്ടില്ലേ കേട്ടോ, വേർ ഇൻ ഡി യു. ദെൻ അപ്പോൾ നോ യുവർ ഓണർ, ഞാൻ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ മേയർ എന്തോ ചോദിക്കുന്നുണ്ട്, മേയർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എസ് ആറിൻ്റെ ക്വസ്റ്റ്യൻ ആണോ, അല്ല, എസ് ആറിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, കാരണം എന്തില്ല, ആൻസറിൽ എന്തില്ല, എസ് ഇല്ല. സോ അപ്പോൾ എന്തായിരിക്കും ഇത്, WH ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ WH ക്വസ്റ്റ്യൻ ചോദിക്കാം, ഐ പിക്ഡ് അപ്പ് ഓൺലി സ്മാൾ പീസ് ഓഫ് സ്ട്രിങ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തത് കയറ് മാത്രമാണെന്നായിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾ അവിടെ നിന്ന് എടുത്തതെന്നായിരിക്കും എന്ത് ചെയ്യുക, ചോദിച്ചിട്ടുണ്ടാവുക, സ്വാഭാവികം അല്ലേ. ഇപ്പോൾ സിമ്പിൾ സാധനം, നിങ്ങൾ പിന്നെ ഞാൻ പറയാണ്, ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. അപ്പോൾ എന്തൊക്കെ എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അത് കോമൺ സെൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്യണം. പക്ഷേ എസ് ആറിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുക, ആൻസറിൽ എസ് ഉണ്ടോ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ അത് പറഞ്ഞതിന് മുന്നേ ഇവിടെ കണ്ടു, ഇവിടെ ഒരു കോമ ഉണ്ടാവും, ഇവിടെ ഒരു കോമയും ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടെങ്കിൽ അവിടെ എന്താ ആഡ് ചെയ്യേണ്ടി വരിക, ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യേണ്ടി വരിക. ആൻസറിൽ എസ് ഉണ്ടെങ്കിൽ എസ് ആറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നേരെ മറിച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം ഉള്ളെങ്കിൽ എന്തായിരിക്കും, അവിടെ WH ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ടി വരിക. സെറ്റാണല്ലോ, പറഞ്ഞ കാര്യം റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്തിക്കും അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ ആണ്. എന്താ നീ എടുത്തത്, വാട്ട് ഡു യു അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു പിക്കപ്പ് ഫ്രം ദർ, എന്താണ് അവിടെ നിന്ന് എടുത്തത് എന്ന് ചോദിക്കാം. അപ്പോൾ പറയും ഞാൻ എടുത്തത് കയറുകൾ മാത്രമാണ്. മിസ്റ്റർ മാൻഡേൻ പറഞ്ഞു നിങ്ങളത് പോക്കറ്റ് ബുക്ക് എടുക്കുന്ന കണ്ടു എന്ന് പറഞ്ഞു. ഐ നീഡ് ക്ലിയർ മൈ നെയിം, വുഡ് യു മൈൻഡ് അല്ലേ. സോ ഐ നീഡ് ടു ക്ലിയർ മൈ നെയിം, ഞാൻ എൻ്റെ പേര് എന്ത് ചെയ്യാം, എൻ്റെ പേരിന് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഞാൻ എല്ലാതും എടുത്ത് ഞാൻ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വുഡ് യു മൈൻഡ് എന്ന് ചോദിക്കുന്നുണ്ട്. വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വലിയൊരു ഏരിയ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം നമുക്ക് ഇത് കേട്ടോ. വുഡ് യു മൈൻഡ് ചെക്കിങ് മൈ അല്ലേ, വുഡ് യു മൈൻഡ് നിങ്ങൾ ദയവായി ചെക്ക് ചെയ്യണം. വുഡ് യു മൈൻഡ് ചെക്കിങ് മൈ പോക്കറ്റ്സ്, നിങ്ങൾക്ക് എൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൂടെ, നിങ്ങളുടെ പോക്കറ്റ് കാണിച്ചു തരണം. നിങ്ങൾക്ക് എൻ്റെ പോക്കറ്റൊക്കെ ഒന്ന്, ഞാൻ വേണമെങ്കിൽ എൻ്റെ പോക്കറ്റ് ചെക്ക് ചെയ്തോ, വുഡ് യു മൈൻഡ് ചെക്കിങ് മൈ പോക്കറ്റ്സ്, നിങ്ങൾ ദയവായി എന്ത് ചെയ്യും എൻ്റെ പോക്കറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്തോ എന്ന് പറയുന്നുണ്ട്. ദെൻ ദാറ്റ് ഇസ് ഫൈൻ, ഐ ആസ്ക് ഒഫീഷ്യൽ സെർച്ച് ഫോർ, ഞാൻ ഒഫീഷ്യൽ ഇതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചാന്ന് പറയുന്നുണ്ട്. സോ താഴേക്ക് വരുന്ന സമയത്ത് നൗ സീ നത്തിങ് ഈസ് ഫൗണ്ട്, ഒന്നും കിട്ടിയില്ല. ഐ ടോൾഡ് ഐ ആം, ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ, ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു ഹോഷ്കോം കേട്ടോ. ഐ സ്റ്റിൽ ഹാവ് നോ മൈ ഡൗട്ട്സ്, മാലൻഡൈൻ മാൻ ഓഫ് ക്രെഡൻസ്, ഐ ഹാഡ് റാദർ യു. മേയർ പറയണത് ഐ സ്റ്റിൽ ഹാവ് മൈ ഡൗട്ട്സ്, മാലൻഡൈൻ ഈസ് എ മാൻ ഓഫ് ക്രെഡൻസ്. ഞാൻ വിശ്വസിക്കുന്നത് മാലൻഡൈൻ നല്ല വിശ്വസ്തനായ ആളാണ്. ഐ ഹാഡ് റാദർ കേട്ടോ, ഹാഡ് റാദർ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. സോ അപ്പം റാദർ യു റിനൗണ്ട് പോക്കറ്റ് ബുക്ക് അല്ലേ, ഇത് ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ആൻസർ ഇതവിടെ ഇതാളുള്ള സ്പേസ് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് സാർ ഇതിന് കൃത്യമായ ആൻസർ കാണിച്ചു തരാം. ഐ ഹാഡ് റാദർ യു റിട്ടേൺ ദ പോക്കറ്റ് ബുക്ക് ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോക്കറ്റ് ബുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കാനുള്ള കാര്യം, ഒന്നെങ്കിൽ നീ എന്ത് ചെയ്യണം, പോക്കറ്റ് ബുക്ക് തിരിച്ചേൽപ്പിക്കണം എന്ന് ആര് പറയാണ്, മാലൻഡൈൻ പറഞ്ഞല്ലോ. മാലൻഡൈൻ ഭയങ്കര വിശ്വസ്തനായ ആളാണ്, മാലൻഡൈൻ പറഞ്ഞു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നീ എന്ത് ചെയ്യണം, പോക്കറ്റ് ബുക്ക് പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കണം എന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. സോ ബാക്കിയുള്ള ആൻസറും ഇവിടെ ഉണ്ട്. ഓക്കെ, സോ കൃത്യമായിട്ട് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിക്കത്തെ ലൈവിന് വന്നോ, കൃത്യമായിട്ട് അവിടെ ഇത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ പിന്നുള്ളത് കിങ് ആൻഡ് ടു ഹെർമിറ്റ്സ്. ഇന്നലത്തെ ലൈവിന് വന്ന മക്കൾക്കറിയാം, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്നാലും സാറ് പറയാം, നോക്കിക്കോടാം. കിങ് ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ദ കിങ് ആസ്ക്ഡ് ടു ഹെർമിറ്റ്സിനോട് ചോദിച്ച കാര്യം എന്തായിരുന്നു, ആ ചോദിച്ച കാര്യം ഇതുപോലെയാണ്. ദ കിങ് വാണ്ടഡ്, കിങ്ങിന് ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ പറഞ്ഞത്. ആസ്കർ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. ടു നോ വെദർ, അതായത് എസ് ആറിനോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇഫോ വെദറോ ആഡ് ചെയ്യണം. ഇഫ് ദ
hermit's father was there. If the hermit's father was there, വാസ് ദർ ഇങ്ങനെ കൊടുത്താലും ക്വസ്റ്റ്യൻ ആൻസർ ശരിയാണ് കേട്ടോ. ഹെർമിറ്റ് ഫാദർ വാസ് ദർ, ഇവിടുത്തെ ഈസിനെ ഇങ്ങോട്ടേക്കാണ് പ്ലേസ് ചെയ്തു. പിന്നെ എസ് ആർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എസ് ആർ നോ ക്വസ്റ്റ്യൻ, കാരണം ആൻസറിൽ എസ് നോ ഉണ്ട്, അതുകൊണ്ട് എസ് ആർ നോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നെങ്കിൽ ഇഫോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം വെദറോ ആഡ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ, അതുകൊണ്ടാണ് സാർ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ഓക്കെ, സോ ദ ടു ഹെർമിറ്റ്സ്, രണ്ട് ഹെർമിറ്റ്സ് പറയുന്നത് നോ ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ദ ഗസ്റ്റസ് ആൻഡ് ഹാസ് ജസ്റ്റ് ഗോൺ ടു സ്വാമതീർത്ഥം. ശരിക്കും മനസ്സിലാക്കി വെക്കുക, ഇവിടെ ഹാസ് ഉണ്ട്, സോ ഇവിടെയും ഹാസ് ഉണ്ട്. ഇത് രണ്ടും സ്വാഭാവികമായിട്ട് എന്തായിട്ടുണ്ടാവും, ഹാഡ് ആയിട്ടുണ്ടാവും അല്ലേ. ഗോൺ ടു സ്വാമതീർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോക്കിക്കോ. ദ ടു ഹെർമിറ്റ്സ് informed him that he had just gone to Somatirtha, leaving his daughter to welcome them. വെൽക്കം ഇവിടെ ഹാസ് രണ്ടും ഹാഡായി, ഹി തന്നെയാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നോക്കി വെച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, ശരിക്കും പഠിച്ചോ. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ഒരു ഏരിയ ആണ് ഈ ഒരു കിങ് ദ ടു ഹെർമിറ്റ്സിൻ്റെ ഏരിയ. അപ്പോൾ കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. സോ 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 22ാമത്തേത് എയ്തർ ഓർ നെയ്തർ. എയ്തർ ഓർ നെയ്തർ ആഡ് ചെയ്യണം, പഠിച്ചല്ലോ എയ്തർ ഓർ നെയ്തർ അല്ലേ. എയ്തർ ഓർ നെയ്തർ എവിടെ ആഡ് ചെയ്യണം? റാണി വിൽ പ്രസൻറ്റ് ദ റിപ്പോർട്ട് ടുമോറോ, മീര വിൽ പ്രസൻറ്റ് റിപ്പോർട്ട് ടുമോറോ. രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇത് മാറ്റി ചെയ്താൽ ദ സ്റ്റുഡൻറ്റ് വേർ നോട്ട് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് റൂം, ദ ടീച്ചർ വാസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് റൂം. രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് ഇതാ. സോ എയ്തർ റാണി ഓർ മീര, റാണിയോ അല്ലെങ്കിൽ മീരയോ വിൽ പ്രസൻറ്റ് റിപ്പോർട്ട് ടുമോറോ, നാളെ എന്ത് ചെയ്യും റിപ്പോർട്ട് ഉണ്ടാവും. നെയ്തർ ദ സ്റ്റുഡൻസ് ഫോർ നോ ദ ടീച്ചർ വാസ് പ്രസൻറ്റ് ഇൻ ക്ലാസ് റൂം, ഒന്നെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇവർ രണ്ടാളിൽ ഒരാൾ എന്ത് ചെയ്യണം, ഇത് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഏതോ നെയ്തർ, അതുമല്ല ഇതുമല്ല, അപ്പോൾ ഇവർ വരൂല അല്ലെങ്കിൽ ഇവരും വരൂല എന്നുള്ള സാധനം. ഓക്കെ, അപ്പോൾ ഏതോ നെയ്തറൊക്കെ ഭയങ്കര സിമ്പിളായുള്ള കാര്യമാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, എന്നാലും ഇത് നോക്കി വെച്ചോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഏതോ നെയ്തറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്, മറന്നു പോയത്. ഓക്കെ, സോ അതിന് ശേഷത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തേത് ഇതാ, ബ്രഞ്ച്, മോക്ടെയിൽ, സ്പോർക്ക്, മോട്ടൽ, സ്മോഗ്. എടാ എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ കോളം വരച്ചിട്ടൊരു ബ്ലൂ കളറിലുള്ള ഒരു കോളമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രിഫറൻസ് നാഷണൽ എന്നുള്ള ചാപ്റ്ററിലാണ് നിങ്ങൾ ഈ കോളം കണ്ടിട്ടുണ്ട്. ബ്രഞ്ച്, മോക്ടെയിൽ, മോട്ടൽ, സ്മോഗ് ഒക്കെ. അപ്പോൾ ഈ ഒരു ഏരിയ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് നിർബന്ധമായിട്ടും ചോദിക്കും. അപ്രോപ്രിയേറ്റ് പൊട്ടോമാൻചോ വേർഡ്സ്. അപ്പോൾ ആ പൊട്ടോമാൻചോ വേർഡ്സ് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചത് എവിടെ പ്ലേസ് ചെയ്യണമെന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ സെറ്റാക്കി വെക്കാം. നമുക്ക് എന്ത് ചെയ്യാം, സാറ് സാധനം പറഞ്ഞുതരാം. യെസ്റ്റർഡേ വി സ്റ്റോപ്പ്ഡ് അറ്റ് ദ എന്നുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ എന്താ ആഡ് ചെയ്യണം നമുക്ക് കൃത്യമായിട്ട് നോക്കാം. വി സ്റ്റോപ്പ്ഡ് അറ്റ് ദ മോട്ടൽ, നമ്മൾ അവിടെ നിർത്തി, നമ്മൾ ഒരു മോട്ടലിൽ നിർത്തി. മോട്ടൽ കേട്ടോ, ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി ആഫ്റ്റർ ലോങ് ഡ്രൈവിന് ശേഷം നമ്മളൊരു മോട്ടലിൽ നിർത്തി. ദെൻ ആസ് വി ഹാഡ് വോക്ക് അപ്പ് ലേറ്റ്, ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. വി എൻജോയ്ഡ് ദ ഡെലീഷ്യസ് ഫുഡ് ബ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, പഠിച്ചില്ലേ അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ഇതായിരിക്കും വരും അല്ലേ, ബ്രഞ്ച് വരുന്നത് അല്ലേ. സോ അതിനുശേഷം ഫ്രൂട്ട്സ് ആൻഡ് ഹൈഡിങ് ഔട്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ദ സിറ്റി ഹെഡ് വാസ് കവേർഡ് തിക്ക്. ഈ സിറ്റിയിൽ മുഴുവൻ എന്തായിരുന്നു, കവേർഡ്. സിറ്റി മുഴുവൻ എന്തുകൊണ്ട് പിന്നെ ചെയ്തിട്ടുണ്ട്, സ്മോക്ക്, അതായത് പുക കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിക്കായിട്ടുള്ള പുകകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് ദ സ്കൈ ഡൾ ആൻഡ് ലാസി ടു റിലാക്സ് വി ഓർഡേർഡ് എ കൂൾ. ഞങ്ങൾ ഓർഡർ ചെയ്തു. എന്ത് ഓർഡർ ചെയ്തു, ഞങ്ങൾ നല്ല തണുത്തൊരു മോക്ടെയിൽ ഓർഡർ ചെയ്തു. ഞങ്ങൾ നല്ല തണുത്തൊരു മോക്ടെയിൽ കേട്ടോ. ഒരു മിനിറ്റ്, ഒരു മോക്ടെയിൽ, നല്ല തണുത്തൊരു മോക്ടെയിൽ, ഒരു മിനിറ്റ്, മോക്ടെയിൽ ഞങ്ങൾ ഓർഡർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ ഇതും എന്ത് ചെയ്യുക, സെറ്റായിട്ട് പഠിക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഏരിയ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ സാർ ഇവിടെ കൊടുത്തുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡൽ എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഏരിയ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ സെറ്റാണല്ലോ. ദെൻ പിന്നെ വന്നിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് പ്രിഫറൻസ് നാഷണലിൻ്റെ റിവ്യൂ ആണ്. എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. ഈ വരുന്ന SLC മോഡൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള റിവ്യൂ എന്ന് പറയുന്നത് പ്രിഫറൻസ് നാഷണൽ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കഥ പഠിച്ചിട്ട് ആ കഥ കേട്ട സമയത്ത് നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് പറയാനാണ് എന്ത്, റിവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ റിവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ ഈ ഒരു ഹിൻഡിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ എഴുതണം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 24 to 27 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്
അതായത് ഞാൻ പറഞ്ഞു സെറ്റ് സി എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒരു തികച്ചും മാറ്റമുള്ള ഒരു ഡിസോർഡർ ആയിട്ടുള്ള എന്താ പറയുക ഒരു പുതിയ സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് സി എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല സാധ്യതകൾ, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു പ്രിഫറൻസ് നാഷണലിൻ്റെ റിവ്യൂ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, റിവ്യൂ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? പേഴ്സണൽ ഒബ്സർവേഷൻ പറയണം. നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ടു ഗുഡ്. ഓക്കെ, സോ അതിനുശേഷം ഒരു ന്യൂസ് ആർട്ടിക്കിളിൻ്റെ ക്വസ്റ്റ്യൻ. ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങളൊരു ന്യൂസ് ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് ഇടാം? Pianist among alive from the ruins based on events of in that include details Spillman survival. Spillman എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു പോകുന്നല്ലോ അവിടുന്ന് ആ സിറ്റുവേഷനിൽ നിന്ന്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ന്യൂസ് ആർട്ടിക്കിൾ, ന്യൂസ് റിപ്പോർട്ട് അല്ല, ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ടാക്കുക കേട്ടോ. വ്ലാഡിസ്ലോ സ്പിൽമൻ ദ പിയാനിസ്റ്റ്, വാർസോ attic ruins, hide alone, lives in the scraps, endures harsh conditions. German officer shows kindness, giving him food. അദ്ദേഹത്തിന് ഫുഡ് കൊടുത്തു. പിന്നെ ഇവൻച്വലി ഡിസ്കവേർഡ്, എന്താണ്, ഫ്രീഡ് ആസ് ദ സിറ്റി ഈസ് ലിബറേറ്റഡ്. ഇതൊക്കെ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ടാക്കുക. സെറ്റ് ബിയിലും സെറ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാര്യം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ആർട്ടിക്കിളിൻ്റെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഒരു നെറേറ്റീവ്, ശാകുന്തളത്തിൻ്റെ റിവ്യൂ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ നോക്കി വെച്ചാൽ അത് ഐ തിങ്ക് ചിലപ്പോൾ നെഗറ്റീവ് ചോദിച്ചേക്കാം, ചോദിക്കില്ലെന്നും സാറ് പറയില്ല, ചോദിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് റിവ്യൂ നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫിനിക്സ് റൈസസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഒരു സ്പീച്ച്, മറ്റൊരു എവിടെയോ നമ്മളൊരു ഷോർട്ട് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യനും കൂടി എന്തിലുണ്ട്? ഇതിലൊരു സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യനും കൂടി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് സ്പീച്ചിൻ്റെ കേട്ടോ. അപ്പോൾ ശരിക്കും നോക്കുക. പബ്ലു കീവാദ്, കവറേജ് ആൻഡ് പെർസിസ്റ്റൻസ് ബ്രിങ്സ് ദ സോഷ്യൽ ചേഞ്ച്, സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പബ്ലു കീവാദിൻ്റെ സ്റ്റോറി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കണം. ഫിനിക്സ് റൈസസ് എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പീച്ച് ഉണ്ടാക്കണം. വിഷയം എന്താ? ബ്രേക്കിംഗ് ബാരിയേഴ്സ് ത്രൂ ഡിറ്റർമിനേഷൻ എന്നുള്ള വിഷയമാണ്. സോ അപ്പോൾ സ്പീച്ച് ചെയ്തുമ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷനും നല്ലൊരു കൺക്ലൂഷനും മസ്റ്റായിട്ട് ഉൾപ്പെടുത്തണം. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് രാത്രിയിൽ നമ്മൾ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ആ ഒരു സാധനം ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ പിന്നെന്താണ്? An old man with enormous wings, അതിൽ നിന്നും പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഓൾഡ് മാൻ. ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളോട് മോഡൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ചുകളിൽ പെട്ട 2 ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. ഒന്ന് പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രീൻ മദർ, അല്ലെങ്കിൽ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നമ്മുടെ ഓൾഡ് മാൻ. ഈ 2 ക്യാരക്ടർ സ്കെച്ചുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളോട് എന്ത് ചെയ്യുക? എക്സാമിന് ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ബിലൗഡ് ബോളസിൽ നിന്ന് നമ്മളോട് ഇമെയിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലൈവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമെയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ സെറ്റ് ബിയിലും സെറ്റ് എയിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇമെയിലിൻ്റെ ക്വസ്റ്റ്യനും പറഞ്ഞിട്ടുണ്ട്. അത് പോയിട്ട് കൃത്യമായിട്ട് എന്തെങ്കിലും നിങ്ങൾ കാണണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുകളൊന്നുമില്ല മക്കളെ, കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുന്നത്, ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് സാറ് പറയുന്നത്. വേണമെങ്കിൽ ഈ ഒരു കാര്യം, ബിലൗഡ് പോലസ് എന്താ? റൈറ്റ് ആൻ ഇമെയിൽ ഫ്രണ്ട് ഓഫീസ്, അവൻ്റെ ഫ്രണ്ടിന് ലെറ്റർ അയക്കണം. എന്തിനെക്കുറിച്ചിട്ടാ? ഡിസ്ക്രൈബിങ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് തെരേസയുമായി ആ സ്റ്റുഡൻറ്റ് ഉണ്ടായ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്റ്റുഡൻറ്റ് അവൻ്റെ ഫ്രണ്ടിന് എന്തായിക്കാണ്? ലെറ്റർ അയക്കുകയാണ്. ഹി എക്സ്പ്ലെയിൻസ് വാട്ട് തെരേസ ഹാഡ് ആസ്ക്ഡ് ഹിം ടു ഡു. തെരേസ എന്താണ് ചെയ്യാൻ പറഞ്ഞത്? ഹൗ ഹി ഫെൽറ്റ് അബൌട്ട് ഹിർ റിക്വസ്റ്റ് ആൻഡ് ദ ലെസൺസ് ഹി ലേൺഡ്. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ഇമെയിൽ. നല്ലൊരു ഇമെയിൽ ഉണ്ടാക്കുക. തെരേസ എന്തൊക്കെ കാര്യങ്ങൾ അവനോട് ചെയ്യാൻ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ഇമെയിൽ സെറ്റാക്കുക. ഓക്കെ, സോ അതിനുശേഷം പിന്നെ 27ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വെക്കുക. ഇതൊരു ഡിബേറ്റിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിബേറ്റ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ ത്രെറ്റ് ടു ഹ്യൂമൻ എംപ്ലോയ്മെൻറ്റ്. മനുഷ്യൻ്റെ ജോലിക്ക് എന്താണ്? ഒരു ഭീഷണിയാണ് AI എന്ന് പറയുന്നുണ്ട്. സോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് അവിടെ കൊടുക്കുക, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? AI ക്യാൻ പെർഫോം റിപ്പീറ്റഡ് റൊട്ടൈൻ ടാസ്ക് ഫാസ്റ്റർ മോർ എഫിഷ്യൻലി ദാൻ ഹ്യൂമൻ, ലീഡിങ് ദ ജോബ് ലോസസ് സർട്ടൻ ഇൻഡസ്ട്രീസ്. അതായത് AI വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകൾ കൂടുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യും? വർക്ക് വേഗം സ്പീഡാവും എന്ന് പറയുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സോ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പറയുന്നത് AI പുതിയ ജോബ്, അതായത് മനുഷ്യനെ AI വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജോലിക്ക് എന്താണ്? ഭീഷണിയാണ്. ആ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാൾ പറയണത് ശരിയാണ്. മനുഷ്യനെ പിന്നെ നമ്മുടെ ജോലിയൊക്കെ നഷ്ടപ്പെടും, ജോബൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആവും, പക്ഷെ എന്ത് ചെയ്യും? ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ എഗനിസ്റ്റ് ആയിക്കൊണ്ട് പറയണത് AI വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകളൊക്കെ കൂടും, AI കുറിച്ച് കുറേ അറിവൊക്കെ കിട്ടാൻ പറ്റും എന്ന് പറയാം. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്രേ ഉള്ളൂ. ഓട്ടോമേഷൻ ത്രൂ AI റിഡ്യൂസസ് നീഡ് ഫോർ ഹ്യൂമൻ ലേബർ, മാനുഫാക്ചറിങ്, കസ്റ്റമർ സർവീസ്, ഡാറ്റ എൻട്രി റോൾസ്. അതായത് ഡാറ്റ എൻട്രി, ഇങ്ങനെ ടൈപ്പ് ഓഫ് കുറേ കാര്യങ്ങൾ, അതൊക്കെ AI വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഫാസ്റ്റ് ആവും എന്ന് പറയാണ്.
അപ്പോൾ അതിൻ്റെ എന്താ, എ ഐ ക്യാൻ അസിസ്റ്റ് ഹ്യൂമൻ റേദർ ദാൻ റീപ്ലേസ് ദം. എ ഐ എന്ന് പറയുന്നത് മനുഷ്യനെ അസിസ്റ്റ് ചെയ്യാനേ എ ഐനെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും എ ഐനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മനുഷ്യന് അലോയിങ് വർക്കേഴ്സ് ടു ഫോക്കസ് ഓൺ ക്രിയേറ്റീവ് ആൻഡ് സ്ട്രാറ്റജിക് ടാസ്ക്. ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ഐഡിയാസ് ഒന്നും ചെയ്യില്ല, പുറത്ത് വരില്ല. എ ഐ എന്താണ്, എ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ പഠിപ്പിച്ചത് മാത്രമേ അയക്ക് അറിയുള്ളൂ, പുതിയ സാധനം കണ്ടുപിടിക്കാറില്ല. പക്ഷേ മനുഷ്യന്മാരാണെങ്കിൽ എന്ത് ചെയ്യും, പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ കഴിയും എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിബേറ്റിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ, മോഡൽ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു സാധനമാണ്. ഓക്കെ, സോ പിന്നെ എക്കോ ക്ലീൻ എക്സ്ട്രാക്ടർ, എക്കോ ക്ലീൻ 360 എന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് റിമൂവർ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതാണ്. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വേണം, അഡ്വാൻറ്റേജ് വേണം, ഫ്യൂച്ചർ, എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധനം ചെയ്താൽ പ്രൊഡക്റ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സാർ ഇപ്പോൾ ഐഫോണാണ്, ഇതിൻ്റെ മോഡൽ എത്രയാണ്, ഇതിൻ്റെ ക്യാമറ എത്രയുണ്ട്, ഇതിൽ എത്ര ചാർജ് നിൽക്കും, പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ 256 ആണ്, അതേപോലെ തന്നെ എങ്ങനെ ഉണ്ടാവില്ലേ, US പീസ് ആണോ ഇന്ത്യൻ പീസ് ആണോ, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഏതാണ് വേരിയൻറ്റ്, പിന്നെ iPhone 50 Pro 60 Pro ഏതാണ് ഇതിൻ്റെ വേരിയൻറ്റ്, ഇങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പിന്നെ പ്രൈസ് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഹിൻ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കേട്ടോ. അതിൽ വേണ്ട സാധനങ്ങൾ ക്ലിയർ ദ പ്രൊഡക്റ്റ് നെയിം, ടൈപ്പ് മെൻഷൻ, ഏത് ടൈപ്പാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പ്രൊഡക്റ്റ് ഹൈലൈറ്റ് ചെയ്യുക, ഓരോരോ കാര്യങ്ങളും സെപ്പറേറ്റ് സാർ പറയേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പിന്നെ DH ലോറൻസ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ എന്ത് ചെയ്യുക, പ്രൊഫൈൽ ചെയ്താൽ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രൊഫൈൽ അല്ലെങ്കിൽ ബയോസ്കെച്ച് ചോദിക്കും. അപ്പോൾ ഈ പ്രൊഫൈൽ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്ത് അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ബിക്കോസ് എല്ലാവർക്കും അറിയുന്ന ഏരിയയാണ്, എല്ലാവരും ആദ്യം പോയിട്ട് ആൻസർ ചെയ്യുന്ന ഏരിയയാണ് പ്രൊഫൈൽ. ഓക്കെ, സോ അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് ചെയ്താൽ, നിങ്ങൾ സ്കൂളിൽ എന്ത് ചെയ്തു, നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ക്ലബ്ബ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം, പാഡ്മാൻ ഓഫ് ഇന്ത്യ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സ്കൂൾ ഒരു അദ്ദേഹത്തെ ഹോണർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാം. നോട്ടീസിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നോട്ടീസ് എന്നൊരു ഹെഡിങ് തന്നെയാണ് നോട്ടീസിന് എന്ത് ചെയ്ത് വേണ്ടത്, പ്രോഗ്രാം നെയിം, സ്കൂൾ നെയിം, പിന്നെ ഡേറ്റ്, ടൈം, വെന്യൂ ആണ്. അതേപോലെ തന്നെ പ്രയർ, പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, വെൽക്കം സ്പീച്ച്, ഇനാഗുറേഷൻ, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, കറക്റ്റ് ഓർഡർ തന്നെ അത് എഴുതി പോകുന്ന നോട്ടീസാണ്, ഇവൻറ്റ് ഇൻവിറ്റേഷൻ അല്ല, മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, സോ 30ാമത്തെ ക്വസ്റ്റ്യൻ, സാലിം അലിയും ബാരൺ ഓമർ റോൾഫും കൂടെയുള്ള ഒരു കോൺവെർസേഷൻ, അത് നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ, ചോദിക്കാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ചോ. സാലിം അലിയും ബാരൺ ഓമർ റോൾഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എക്സാമിന് ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ലാസ്റ്റ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വെറുതെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മക്കളെ, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യനാണ്, ഏത് ഏരിയയും ചോദിക്കുക, അതിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഇത് പിന്നെ ഈ കോളത്തിലുള്ള കാര്യങ്ങളാണ്. സിമ്പിൾ, വിച്ച് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ലൈബ്രറി ടെൽ us to care our valuables. ലൈബ്രറി എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളതാണ്. ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാ കൃത്യമായിട്ട് കണ്ടോ. യുവർ ബിലോങ്ങിങ്സ് ഇൻസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ. യുവർ ബിലോങ്ങിങ്സ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, അതാണ് അവിടുന്ന് കെയർ ചെയ്യാൻ പറഞ്ഞ കാര്യം. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇതൊക്കെ ഓരോ എക്സാമിന് എന്ത് ചെയ്യും, മാറി വരുന്ന ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റൻ്റെ പോലെയാണ്, പുറത്തുനിന്ന് വരുന്ന പാരഗ്രാഫ് ഉണ്ടാവില്ല, അതുപോലെയാണ് ഈ ക്വസ്റ്റൻ ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തെന്ന് വിചാരിച്ചു പ്രത്യേകിച്ചൊരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം പുതിയൊരു ക്വസ്റ്റൻ ആയിരിക്കും വരിക, നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്നെല്ലാം ഉണ്ടാവുക, പുറത്തുനിന്നായിരിക്കും വരിക. സോ ഇത്രയാണ് സെറ്റ് സിനെ കുറിച്ച് പറയാനുള്ളത്. അടിപൊളിയായിട്ട് സെറ്റ് A, സെറ്റ് B, സെറ്റ് C പഠിക്കുക. വേറെയും ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് വരുന്നത്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.